ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു വിഘ്നേശ്വരന്റെ വിഗ്രഹം കണ്ടിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിന്നെ പോലെ ഞാനും തനിയാണിപ്പോൾ, എനിക്ക് ആരും ഒരു ആശ്രയമില്ല, എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണം, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി നമ്മുടെ സച്ചി പൊട്ടിക്കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എന്തോ ദൈവം ആ പ്രാർത്ഥന കേട്ടതായിരിക്കാം. പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. അത് ദൈവം തന്നെയാണ് വിളിക്കുന്നതെന്ന് കരുതിക്കോ, അതുപോലെ ഒരു കോളാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ എടുക്കുന്നു. ആദ്യമൊക്കെ സച്ചി വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്, കാരണം വർക്ക്ഷോപ്പിൽ നിന്നാണ് കേട്ടോ കോൾ വരുന്നത്. അപ്പോൾ ഫോൺ എടുത്തിട്ട് എന്താടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ നിന്റെ വണ്ടി വേണ്ടേ, നിന്റെ വണ്ടി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് വണ്ടി വേണ്ട, നീ പെട്ടെന്ന് വരികയാണെങ്കിൽ വണ്ടി ഇപ്പം തന്നെ കൊണ്ടുപോകാം, ഇനിയിപ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതുമല്ല, നിന്റെ വണ്ടി ഇവിടെ കിടന്നാൽ ശരിയാകത്തുമില്ല, കുറേ പേര് ഈ വണ്ടി വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാ സത്യം പറഞ്ഞ നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തിയത്, തൻ്റെ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടൂലോ. ഒരു ഇന്നോവ കാർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടും, അത് നല്ല വണ്ടി തന്നെയാണ്. അപ്പം ഇത് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് കേട്ടോ. ഏതായാലും സച്ചി, എടാ ഞാൻ ഇപ്പം വരാടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവുവിനെയാണ്. അങ്ങനെ ദേവു ശ്രീകാന്തിനെ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കുക. കാരണം ശ്രീകാന്ത് രവീന്ദ്രൻ ഹോസ്പിറ്റലാണെന്നോ സീരിയസ് ആണെന്നോ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവു ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ഏതായാലും ദേവു വിളിച്ച ഉടനെ തന്നെ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നു. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുക, എന്താ ദേവു, എന്തുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കിയപ്പോഴത്തേക്കും, വിശേഷം നല്ല വിശേഷം തന്നെ. എടാ, നീ വലിയൊരു ചതിയാണ് ചെയ്തത്. എന്നോട് മാത്രമല്ല, നീ എൻ്റെ ചേച്ചിയോടും വലിയ ചതി ചെയ്തു, നിന്റെ വീട്ടുകാരോടും വലിയ ചതി ചെയ്തു. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ നിനക്കറിയാമോ? ഇപ്പം വേണ്ട, എൻ്റെ ചേച്ചിയുടെ അവസ്ഥ നീ അറിയേണ്ട കാര്യമില്ല, നിന്റെ അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് പേടിച്ചു പോയിട്ടോ. ശ്രീകാന്ത് ചോദിച്ചു, എന്താടി ദേവു പറ്റിയത്, എന്താ പറ. എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വിട്ടില്ലേ, എന്നിട്ട് എന്താ സംഭവിച്ചത്? വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിന്റെ അച്ഛൻ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാ. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലോ? നീ എന്താ ദേവു പറയുന്നത്? വ്യക്തമായിട്ടൊന്ന് പറ, എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? നിന്റെ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, നിന്റെ അച്ഛൻ ഇപ്പം 3 ബ്ലോക്ക് ഉണ്ട്. ആ 3 ബ്ലോക്ക് മാറണമെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം, വളരെ സീരിയസ് ആണെന്ന് അറിഞ്ഞത്. അറിയാലോ, എൻ്റെ ചേച്ചിനെ അങ്ങോട്ടേക്ക് കയറ്റില്ല അവര്, അതുകൊണ്ട് കൂടുതൽ വിവരമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പം അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ നീ നിന്റെ അച്ഛൻ്റെ ജീവന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഏതായാലും നിനക്ക് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയില്ലോ, നീ കാരണം അദ്ദേഹം ഹോസ്പിറ്റലിലായല്ലോ. ഞങ്ങളുടെ ദൈവമായിരുന്നു, ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ആ സ്ഥാനത്ത് ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തെ. നീ വല്ലാത്ത കൊടും ചതിയാ ശ്രീകാന്തെ ചെയ്തതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാന്ന് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു കേട്ടോ ദേവു. എന്നിട്ട് ദേവു ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഈ സമയം നമ്മുടെ ശ്രീകാന്ത് വല്ലാതെ അങ്ങ് ടെൻഷൻ ആകുകയാണ്. ശ്രീകാന്ത് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പൊ വർഷ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീകാന്ത്, എന്താ പറ്റിയത്, ആരാ വിളിച്ചത്? അത് പിന്നെ ദേവുവാ വിളിച്ചത്, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ. ഇത് പറഞ്ഞു കേട്ടതും വർഷയും പേടിച്ചു. വർഷ ചോദിച്ചു, നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലോ? എന്താ നിന്റെ അച്ഛന് പറ്റിയത്? അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല വർഷ, ഇതെല്ലാം ഞാൻ കാരണമല്ലേ എൻ്റെ അച്ഛൻ ഇപ്പൊ ഈ ഗതിയിലെത്തിയത്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ കണ്ടേ പറ്റൂ. ഞാൻ പോവുക, എൻ്റെ അച്ഛനെ കാണണം, എനിക്കിപ്പോൾ കാണണം എൻ്റെ അച്ഛനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അങ്ങോട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് ഉരുണ്ട് പെടയാണ് കേട്ടോ. അങ്ങനെ വർഷ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, നിന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ, നീ സമാധാനമായിട്ടിരിക്കുക, നിന്റെ അച്ഛനെ നിനക്ക് കണ്ടാൽ പോരെ, നമുക്ക് കാണാൻ പോകാം. ഏതായാലും ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം ആകും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി നിന്റെ അച്ഛനെ കണ്ടിട്ട് വാ. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ നിന്റെ അച്ഛനെ കാണിക്കാതെ ഒന്നും ഇരിക്കില്ല നിന്നെ, നീ പോയിട്ട് വാ, നീ സമാധാനമായിട്ട് പോ, നിന്റെ അച്ഛന് ഒരു അബദ്ധം പറ്റില്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ വർഷേനെ കൊണ്ടും സഹായിക്കാനൊക്കെ പറ്റും. ഒരു 4 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷയ്ക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം, പക്ഷെ വർഷയോട് അത് പറയില്ലല്ലോ. വർഷയോട് അത് പറയൂല. വർഷ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചോട്ട് മേടിക്കാനും പോകുന്നില്ല. ഒക്കെ വരുത്തി വെച്ചത് നമ്മുടെ വർഷയ്ക്ക് ഒരു ഭാഗം പങ്കുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി മേടിക്കും. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പൊ വർക്ക്ഷോപ്പിലേക്ക് സച്ചി വെപ്രാളപ്പെട്ട് ഓടിച്ചെന്ന് ഇറങ്ങി ഓടിച്ചെന്നിട്ട്, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്താടാ പറയാനുള്ളത്? അത് പിന്നെ എനിക്ക് ഈ വണ്ടി വിൽക്കാൻ താല്പര്യമുണ്ട്, ഈ വണ്ടി വിൽക്കാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിക്ക് ഒത്തിരി പേര് വന്നത്. എടാ നീ എന്താടാ പറയുന്നത്? നീ പ്രാണം പോലെ കൊണ്ടു നടക്കുന്ന നിന്റെ ഈ കാർ നീ വിൽക്കാനോ? എടാ സച്ചി, നീ എന്താ ഈ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് വേണോടാ,
നീ ഒരിക്കലും ഈ വണ്ടി വിൽക്കാനൊന്നും തയ്യാറാവില്ലായിരുന്നല്ലോ, എന്താണ് ഇപ്പം നിനക്ക് പറ്റിയത്? അത് പിന്നെ ആകെ പ്രശ്നത്തിലായിട്ടിരിക്കുക. എൻ്റെ അച്ഛൻ്റെ ജീവന് വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി വിൽക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പ്രാണം പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ ഈ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ. സാരമില്ല, എൻ്റെ ഈ പ്രാണം പോയാലും കുഴപ്പമില്ല, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു പിടിച്ചാൽ മതി. അച്ഛൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചേ പറ്റൂ. എൻ്റെ അച്ഛന് ഓപ്പറേഷന് ഇത്ര തുക വേണം. ആ തുക ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? ഈ സാധാരണപ്പെട്ട എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ വണ്ടി വിൽക്കാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് വണ്ടി വിറ്റേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാ നമുക്കെന്നാ ഓണറിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരൻ സച്ചിനെ വിളിച്ചുകൊണ്ട് ഓണറിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ ഓണറിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓണർ സച്ചിനെ അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് പറഞ്ഞു, അതിനിപ്പോൾ എന്താ സച്ചി, ഇത് വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിനിപ്പോ എന്താ സച്ചി, കാർ വിറ്റ് തരാമല്ലോ. അല്ല ഇപ്പൊ പെട്ടെന്ന് എന്താ അത്യാവശ്യം സച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക, എൻ്റെ അച്ഛന് കുറച്ച് സീരിയസ്, അപ്പോൾ ഓപ്പറേഷന് ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ട്, അതിന് കുറച്ച് പൈസ വേണം, പൈസ ആവശ്യമാണ്, അപ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ സച്ചി, അതിനിപ്പോൾ ഇപ്പം തന്നെ പൈസ തരാമല്ലോ എന്നും പറഞ്ഞ് പൈസയും കൊടുക്കുകയാണ് കേട്ടോ. സച്ചി ആ പൈസ മേടിക്കുന്നതെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുമ്പിൽ നിൽക്കുന്നത് ദൈവമായിട്ടാണ് നമ്മുടെ സച്ചി കാണുന്നത്. അങ്ങനെ പൈസ മേടിക്കുകയാണ്, പക്ഷെ മനസ്സോട് കൂടിയാണ് ആ പൈസ മേടിക്കുന്നതെന്ന് നമ്മുടെ സച്ചിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ മനസ്സുരുകിയാണ് ആ പൈസ മേടിക്കുന്നത്. ഏതായാലും പൈസ മേടിച്ച ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് അടച്ചിട്ട് തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്, ഇപ്പം അതാണല്ലോ തനിക്ക് പ്രാധാന്യം, ഏതായാലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ സച്ചി പോകുന്നതിന് മുമ്പുണ്ടല്ലോ, ആ വർക്ക്ഷോപ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ കാറിലേക്ക് ഒരു നോട്ടം നോക്കുന്നത് കേട്ടോ. നമ്മുടെ ചങ്ക് വരെ കലങ്ങി പോവാ നോട്ടം. സച്ചി ഒരിക്കലും നമ്മുടെ സച്ചിക്ക് ആ കാറ് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. തൻ്റെ ജീവനായിരുന്നു, പ്രാണനായിരുന്നു, പ്രാണവായു ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താൻ ആ കാറുമായിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ആ വാടകക്കാർ എടുത്തിട്ടും തൻ്റെ കാറിന് ഒന്നും സംഭവിക്കാതെ ഇത്രയും നാൾ അതിന് പൈസ കുറച്ച് അങ്ങനെ അടച്ചടച്ചാണ് ആ കാറ് നന്നാക്കിയത്. ആ കാറ് കയ്യിൽ തിരിച്ച് കിട്ടുമെന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ്. എന്നിട്ട് ആ കാറ് വിൽക്കേണ്ടി വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മുടെ സച്ചിക്ക് എന്താ പറയുക, ചങ്കങ്ങോട്ട് പറഞ്ഞു പോകുന്ന വേദനയിൽ ആ പൈസ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ പൈസ ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ആ കാറിനെ അടിമുടി എങ്ങനെ കാറിനെ ഫുള്ളൊന്ന് നോക്കി കണ്ണ് നിറഞ്ഞാണ് പോകുന്നത്. സത്യമായിട്ട് നമുക്കും ചെറിയൊരു ഇമോഷണലൊക്കെ ആവും കേട്ടോ ആ ഒരു സീൻ കാണുമ്പോഴത്തേക്കും. ഏതായാലും എനിക്കായി, നിങ്ങൾക്കാവുമോ എന്നറിയില്ല, ആകുമായിരിക്കാം. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതി ലക്ഷ്മിയോടും ദേവുവിനോടും പറഞ്ഞിട്ട്, എനിക്ക് അച്ഛൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം, അച്ഛനെ പോയി കാണണം, അച്ഛൻ്റെ കയ്യിൽ ഇത് എങ്ങനെയെങ്കിലും കെട്ടിക്കൊടുക്കണം. ആ ഒരു ചരട് കിട്ടിയില്ല, ഒരു സ്വാമിജി ചരട് തന്നല്ലോ, അപ്പോൾ ആ ചരട് എങ്ങനെയെങ്കിലും കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോളെ നിനക്ക് ഇപ്പം തന്നെ പോകണോ? അവിടെ മോളെ നീ ചെന്ന് കഴിഞ്ഞാൽ എന്തായി തീരും, അവിടെ നിന്നെ കയറ്റുമോ? നിന്നെ കയറ്റില്ലല്ലോ, പിന്നെ നീ അവിടെ പോയിട്ട് എന്താക്കാനാന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് എന്താണെങ്കിലും അച്ഛൻ്റെ അവസ്ഥ ഇപ്പം അറിഞ്ഞേ പറ്റൂ, അച്ഛനിപ്പോൾ എങ്ങനെയാ ഉള്ളതെന്ന് എനിക്ക് അറിയണം, അല്ലാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല, എനിക്ക് അച്ഛനെ കാണണം, അച്ഛൻ്റെ കയ്യിൽ ഈ ചരട് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ടാണ് നമ്മുടെ രേവതി അവിടുന്ന് പോകുന്നത്. അപ്പം രേവതി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അതിനോടൊപ്പം തന്നെ പണവുമായിട്ട് നമ്മുടെ വേറെ ആരാ, സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ സച്ചി ഹോസ്പിറ്റലിൽ ഓടി ചെല്ലുകയാണ് കേട്ടോ. ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് ഹോസ്പിറ്റലിലും കാണിക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ പൈസ റെഡിയായോ, ഓപ്പറേഷന് കയറ്റട്ടെ എന്ന് ചോദിക്കാൻ, പൈസ അടച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡോക്ടർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ സുധി പറയുന്നുണ്ട്, അത് പിന്നെ ഡോക്ടറെ പൈസ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കുക, ഒരു അരമണിക്കൂറും കൂടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആരെങ്ങാണ്ട് ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രയ്ക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഇനിയിപ്പോൾ ശ്രുതി എവിടെ നിന്നെങ്കിലും പൈസ ഒപ്പിക്കുമായിരിക്കുമെന്ന്. അങ്ങനെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുമോ, മോളെ എവിടെ നിന്നെങ്കിലും കിട്ടിയോ, മോളുടെ അച്ഛനെ കോൾ ചെയ്തിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പം ഇല്ലമ്മേ, ഒരു രക്ഷയും ഇല്ലമ്മേ എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രുതി വേറെ ആരാണ്ടോടൊക്കെ ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സച്ചി എത്തിയത്. സച്ചി വന്ന ഉടനെ തന്നെ ചന്ദ്ര ഓടി ചെന്നിട്ട്, എടാ പൈസ കിട്ടിയോടാന്ന് ചോദിച്ചപ്പോൾ കിട്ടി അമ്മേ, പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ ഇങ്ങനെ എടുത്ത് പിടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, മോനെ നിനക്ക് എവിടെന്നാ ഈ പൈസ കിട്ടിയത്? അപ്പം ശ്രുതിയും ചോദിച്ചു, എവിടെന്ന് ആരാ പൈസ തന്നെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ വണ്ടി വിറ്റു എന്ന് പറഞ്ഞു. ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. കാരണം സച്ചിയോട് സ്നേഹമില്ലല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്, മകനായിട്ടൊന്നും കരുതിയിട്ടില്ല, അതുപോലെ വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ സച്ചിനെ. പക്ഷെ സച്ചി ഇത് ചെയ്തത് അറിഞ്ഞപ്പോഴത്തേക്കും, അവൻ്റെ കാറ് വിറ്റു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ചന്ദ്ര പൊട്ടിക്കരയാണ്. എന്തൊക്കെ പറഞ്ഞാലും സച്ചിയുടെ പ്രാണനാണ് ആ കാറ് എന്ന് നമ്മുടെ ചന്ദ്രയ്ക്കും അറിയാം. അതുകൊണ്ട് ചന്ദ്ര പൊട്ടിക്കരയുന്നു. ഈ ഒരു സമയം ഈ ഒരു പൈസ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പരിഭ്രാന്തിയൊക്കെ കാണിച്ച് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കാണുമ്പോൾ നമുക്ക് സത്യമായിട്ട് സങ്കടം തോന്നും. ഏതായാലും അപ്പം തന്നെ ഇത്രയോ പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, എടാ ഇത്രയും പൈസ പോരല്ലോ, ഇനിയും പകുതി പൈസ വേണ്ട, അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്?
അപ്പോഴത്തേക്കും തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി നിൽക്കും. എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഉള്ള പൈസയും തപ്പിപ്പിടിച്ച് പൊക്കി കെട്ടിക്കൊണ്ട് ഇങ്ങ് വന്ന് നിൽക്കുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് ചന്ദ്ര പതിയെ സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, വേണ്ട, നീ പൈസക്ക് കിടന്ന് അലയൊന്നും വേണ്ട. നിന്റെ പ്രാണൻ വിറ്റിട്ടല്ലേ ഇപ്പം നീ അച്ഛന് വേണ്ടി ഈ പൈസ കൊണ്ടുവന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ എന്തിനായിട്ട് നിൽക്കുന്നത്? ഇതിൻ്റെയൊക്കെ കാര്യം എനിക്കുണ്ടോ? എനിക്ക് എൻ്റെ രവിയേട്ടനെയല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് കഴുത്തി കിടന്ന താലിമാലയും കയ്യിൽ കിടന്ന വള സഹിതം ഊരിക്കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും വന്നു കേട്ടോ. സുധി പറഞ്ഞു, എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും തരണ്ടേ? സത്യമായിട്ടും എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല സച്ചി, ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അല്ല സുധിയുടെ കഴുത്തി കിടക്കുന്ന മാല ഊരി ആ ഒരു സച്ചിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും അടിയും വഴക്കും ഒക്കെ ആണെങ്കിലും ഇവർ മൂന്ന് പേരും ഭയങ്കരമായിട്ട് വീട്ടിൽ കിടന്ന അടിയും വഴക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ഇവർ 3 പേരും എന്താ പറയുക, പ്രാണം പണയം വെച്ചിട്ട് തന്നെയാണ് ഇവർ 3 പേരും അച്ഛന് വേണ്ടി, ചന്ദ്ര ഭർത്താവിന് വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷവും സങ്കടവും ഒക്കെ തോന്നും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുടുംബത്തിലെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഏതായാലും ഈ ഒരു പൈസയായിട്ട് നമ്മുടെ സച്ചി നേരെ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഇത് അടച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ട് അടയ്ക്കണം. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ സച്ചി നീ ഇവിടെ നിൽക്കേണ്ട, പെട്ടെന്ന് കൊണ്ട് പൈസ അടയ്ക്കാൻ ഡോക്ടർ ഇടയ്ക്ക് വന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. ഈ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോയി കേട്ടോ. ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് വരുന്നത്. അതിനിടയിലായിട്ട് നമ്മുടെ രേവതി വന്നു. അത് ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ രേവതി വന്നിട്ട് ഈ കാഴ്ചകളെല്ലാം നേരിൽ കണ്ട് ചങ്ക് പൊട്ടി പറഞ്ഞാണ് രേവതി നിൽക്കുന്നത്. രേവതിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല. രേവതിയുടെ കയ്യിലോട്ട് ഒന്നും ഇല്ല. താൻ എങ്ങനെ സഹായിക്കും? തൻ്റെ ഭർത്താവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ചങ്ക് പൊട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും ചന്ദ്രയുടെയും ഒക്കെ അവസ്ഥ കണ്ടിട്ട് ചങ്ക് പൊട്ടി മാറി നിന്ന് പൊട്ടി കരയാനല്ലാതെ നമ്മുടെ രേവതിക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ രേവതി മാറി തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി അങ്ങ് പോയല്ലോ, ഈ പൈസ അടയ്ക്കാൻ വേണ്ടി പോയല്ലോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് കയറി വരുന്നത്. ശ്രീകാന്ത് കയറി വന്നു, അച്ഛാന്ന് വിളിച്ചോണ്ട് കയറി വന്നു. എൻ്റെ അച്ഛൻ എന്താ പറ്റിയെന്ന് വിളിച്ചോണ്ട് കയറി വന്നതും നമ്മുടെ സുധി അങ്ങോട്ട് ചെന്നിട്ട്, എന്താടാ, നിന്നോട് ആരാടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ്? നിന്റെ ആരാടാ ഇവിടെ കിടക്കുന്നത്? നിനക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു പെണ്ണിന്റെ പുറകെ പോകുമായിരുന്നോടാ? എടാ, നീ എന്ത് നന്ദികേടാടാ എൻ്റെ അച്ഛനോട് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു കേട്ടോ. സുധി അങ്ങോട്ട് ചെന്നു. അപ്പോഴത്തേക്ക്, പ്ലീസ്, ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. എന്താ അമ്മ അച്ഛന് പറ്റിയത്? അമ്മയോ? ആരുടെ അമ്മ? നിന്റെ അമ്മയോ? നിന്റെ അമ്മയൊന്നും അല്ല ഞാൻ. എനിക്കിനി 2 മക്കളേ ഉള്ളൂ, സച്ചി, ഈ നിൽക്കുന്ന സുധി. അല്ലാതെ എനിക്ക് ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു മകനില്ല. അങ്ങനെ ഒരു മകനെ ചത്തു കഴിഞ്ഞു. അത് ചത്തെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. പൊക്കോളം മര്യാദയ്ക്ക് ഇവിടെ നീ വന്നു പോകരുത്. ഇവിടെയൊന്നും മാത്രമല്ല, എൻ്റെ വീട്ടിലും നീ വന്നു പോകരുത്. എന്തിനാളാ നീ എൻ്റെ രവിയേട്ടനെ കൊലയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോളറെ പിടിച്ചിട്ട് ഇങ്ങനെ ഒലയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെ. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രേവതി മാറി നിൽക്കുന്നത്. അപ്പോൾ ആ വഴി സച്ചി വന്നപ്പോൾ രേവതി പെട്ടെന്ന് അങ്ങ് മാറി കേട്ടോ. സച്ചി വന്നതും ഈ കാഴ്ച സച്ചി കാണുക. നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങനെ നിൽക്കുന്നു. ശ്രീകാന്തിനെ പിടിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഒലച്ചുകൊണ്ട് നിൽക്കുന്നു. സച്ചി സട ഉടഞ്ഞെണീറ്റിങ് വന്നിട്ട്, എന്താടാ നിന്നോട് ആരാടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ? നീ ആരായിട്ടാടാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട്, ഇറങ്ങി പൊക്കോണം ഇവിടുന്ന് മര്യാദയ്ക്ക്. നീ ഞങ്ങളുടെ കുടുംബത്തിലെ ആരുമല്ലടാ. നീ ഒരുത്തിനെ കണ്ടിട്ട് അവളെ കണ്ടിട്ട് പോയതല്ല. മേലാൽ നിനക്ക് അച്ഛനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ സഹോദരങ്ങളുണ്ടെന്നോ പറഞ്ഞ് ഒരിക്കലും നീ വരാൻ പാടില്ല. ഇറങ്ങി പോടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പട്ടിയെ തല്ലുന്ന പോലെ ഇവിടെ ഇട്ട് ഞാൻ തല്ലും എന്നൊക്കെ പറഞ്ഞ് സമനില തെറ്റി നിൽക്കുക ഒന്നാമത് സച്ചിക്ക്. അതിൻ്റെ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിക്ക്. അതുപോലെ നമ്മുടെ സച്ചി അങ്ങോട്ട് തള്ളി അങ്ങ് വിടുകയാണ്. വെറും നിസ്സഹായ അവസ്ഥയായിട്ട് നോക്കി നിൽക്കാനാണ് നമ്മുടെ രേവതിക്ക് കഴിയുന്നത്. അപ്പം രേവതിക്ക് ഇതിന് പകരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിന് കാണണമെന്നുണ്ട് രവീന്ദ്രനെ, പക്ഷേ കാണിക്കില്ല സച്ചി കാണിക്കില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ, നമ്മുടെ ശ്രീകാന്ത് ഒരു നോക്ക് രവീന്ദ്രനെ കാണാൻ പറ്റാതെ ഈ സമയത്ത് പോവുകയാണ്. ഈ സമയത്തായിക്കോട്ടെ രവീന്ദ്രനെ ഓപ്പറേഷന് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഒരു സീൻ കാണിക്കുന്നു. ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതി ആ ചരടൊക്കെ കെട്ടി കൊടുക്കും കേട്ടോ. ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നത്.
പോകുന്നില്ല. നമുക്ക് ബാക്കി വിശേഷം ഇന്നത്തെ വൈകിട്ടത്തെ പ്രമോ വിശേഷത്തിൽ കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ പറയാനുള്ളത് നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷം 7:30 ആകുമ്പോൾ തന്നെ നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യും. മറക്കാതെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉള്ളവരെ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കയറി നോക്കി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്യണം. ഞാൻ കമൻറ്റ് ബോക്സ് ഫസ്റ്റ് കമൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.